ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഇന്ന് ലോക ജലദിനമാണ്. മീനമാസത്തിലെ സൂര്യൻ കടുക്കുമ്പോൾ കേരളത്തിലെ ജലസ്രോതസ്സുകൾ ഒന്നൊന്നായി വറ്റി വരളുമ്പോൾ മലയാളിയുടെ ദാഹനീര് എത്ര കാലമെന്ന് ചോദ്യമുയരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ എല്ലാവരും മറന്നുപോയ ഒരു ജലദിനമാണ്. എത്ര പരിതാപകരമാണ് കേരളത്തിൻ്റെ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും അവസ്ഥ. എല്ലാ ജലദിനത്തിനും ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു റിബണെങ്കിലും തലക്കെട്ടിൽ അവരുടെ പത്രത്തിൻ്റെ ഏറ്റവും മെയിൻ ഹെഡിങ്ങിൽ ഒരു റിബണെങ്കിലും ലോക ജലദിനത്തെക്കുറിച്ചുണ്ടായിരിക്കും. ഇന്ന് വളരെ അപൂർവം പത്രങ്ങളില്ല എന്ന് തന്നെ പറയാം. മാതൃഭൂമി ഒരു കുളത്തിൻ്റെ കഥ ഇട്ടിട്ടുണ്ട്, അതും വളരെ ലോക്കൽ ന്യൂസാണ്. എല്ലാവരും മറന്നുപോയി വെള്ളത്തെക്കുറിച്ച്. ഈ വർഷത്തെ ജലത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് തന്നെ ജലം, സ്ത്രീ, ലിംഗനീതി എന്നുള്ളതാണ്. സ്ത്രീകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജലവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ആഗോളതലത്തിൽ കണക്കാക്കിയാൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കിലനുസരിച്ച് 1 ബില്യണിലധികം സ്ത്രീകൾ, മൊത്ത സ്ത്രീകളിൽ ഏകദേശം 4/1 എന്ന് പറഞ്ഞാൽ 30%, 27.1% ആളുകൾ കൈകാര്യം ചെയ്യുന്ന കുടിവെള്ള സേവനങ്ങൾ അവർക്ക് ലഭ്യമല്ല. മൊത്തം സ്ത്രീ ജനസംഖ്യയുടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ ജനസംഖ്യയാണുള്ളത്. ആ സ്ത്രീ ജനസംഖ്യയുടെ 1/3 വരുന്ന ജനസംഖ്യയ്ക്ക് ശുദ്ധജലം ലഭ്യമല്ല. 1.8 ബില്യൺ ആളുകൾക്ക് ഇപ്പോഴും വീട്ടിൻ്റെ പരിസരത്ത് കുടിവെള്ളം ലഭ്യമല്ല. മുന്നിൽ 2 വീടുകളിലും വെള്ളം ശേഖരിക്കുന്ന പ്രാഥമിക ഉത്തരവാദികളിൽ 2 വീടുകളിലും വീട്ടിൽ വെള്ളമില്ലാതെ വന്നാൽ, 2 പല സ്ഥലങ്ങളിൽ 3 വീടുകളിലും വെള്ളമില്ലാതെ വന്നാൽ ദൂരെ പോയി വെള്ളമെടുക്കുന്നത് കുട്ടികളും സ്ത്രീകളും തന്നെയാണ്. പ്രാഥമിക ഉത്തരവാദിത്വം സ്ത്രീകളുടേത് തന്നെയാണ്. വസ്ത്രങ്ങൾ ആറ്റിലും തോട്ടിലുമൊക്കെ കൊണ്ടുപോയി കഴുകുന്നത് പരമാവധി സ്ത്രീകൾ തന്നെയാണ്. വീട്ടുജോലി ഉൾപ്പെടെ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു അവകാശവും അല്ലെങ്കിൽ അവരെ മാത്രം കൊടുത്ത് ചെയ്യേണ്ടതല്ല, പുരുഷന്മാർ കൂടി ചെയ്യണം എന്ന് സുപ്രീം കോടതി വിധിയുണ്ടായി. പക്ഷേ ഇതൊക്കെ വിധികൾക്കപ്പുറം എത്ര കണ്ട് ശരിയായിരിക്കുന്നുള്ള ലോകത്ത് ലഭ്യമാകുന്ന ഡേറ്റയുടെ കണക്കെടുത്താൽ 53 രാജ്യങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രതിദിനം 250 ദശലക്ഷം മണിക്കൂർ ജലശേഖരണത്തിനായി ചെലവഴിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ വലിയൊരു സമയം അവർ ജലത്തിൻ്റെ ശേഖരണത്തിന്, ജലം എടുത്തുകൊണ്ട് വരാൻ മാത്രമായി ചെലവഴിക്കുന്നു. ഊർജം, അധ്വാനം, സമ്പത്ത്, സമയം എല്ലാം കളഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ്, 250 ദശലക്ഷം മണിക്കൂറാണ് മാനവരാശി സ്ത്രീകൾ ചെലവഴിക്കുന്നത്. പുരുഷന്മാരെയും ആൺകുട്ടികളെയൊക്കെ വച്ച് നോക്കുമ്പോൾ 3 ഇരട്ടിയിലധികം സമയമാണ് സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത്. ആഗോളതലത്തിൽ സുരക്ഷിതമല്ലാത്ത വെള്ളം, ശുചിത്വം, അതുപോലെ തന്നെ ശുചിത്വമിൽ കാരണമുണ്ടാകുന്ന പ്രതിദിന രോഗങ്ങൾ 5 വയസ്സിന് താഴെയുള്ള ഏകദേശം 1000 കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നു പ്രതിദിനം. ജലവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കലിലും ജല മാനേജ്മെൻറ്റിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ 14% രാജ്യങ്ങളിൽ ഇപ്പോഴും ഇല്ല. 1994 മുതൽ ലോക ജലദിന ക്യാമ്പയിനുകളിൽ UN വാട്ടർ ആർക്കൈവ് പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. വെള്ളവും യുദ്ധവും, വെള്ളവും സമാധാനവും, അതുപോലെ തന്നെ വെള്ളവും ഭൂഗർഭജലത്തിൻ്റെ നീർത്തടങ്ങളെക്കുറിച്ച്, തണ്ണീർത്തടങ്ങളെക്കുറിച്ച്, ഓരോ വിഷയങ്ങളാണ് ഓരോ വർഷം എടുക്കുന്നത്. പക്ഷേ ഇതെടുക്കുമ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ജലപ്രതിസന്ധിയാണ് ലോകത്തുള്ളത്. ഞാനീ സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ 800 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ 1/3 ജനങ്ങൾക്ക് കുടിവെള്ളമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടുതലും ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവർക്കാണ്. 8-10 വർഷത്തിലൊരിക്കൽ മഴ പെയ്യുന്ന നാടുണ്ട്. ഭാരതത്തിലുൾപ്പെടെ, രാജസ്ഥാനിലുൾപ്പെടെ 4 വർഷത്തിലൊരിക്കലാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം വന്നപ്പോൾ കുറേ വ്യത്യാസം വന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 4-5 വർഷങ്ങളിലൊരിക്കലാണ് മഴ വരുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ 13 വയസ്സ് വരെ വെള്ളമെടുക്കാൻ അമ്മയോടൊപ്പം പോയതുകൊണ്ട് പഠിക്കാൻ, സ്കൂളിൽ പോകാൻ കഴിയാത്ത പെൺകുട്ടി 13ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. വീട്ടിൽ പോഷകാഹാരമില്ലാതെ വന്നാൽ, പച്ചക്കറി കുറഞ്ഞാൽ, മത്സ്യസമ്പത്ത് കുറഞ്ഞാൽ, എന്ത് കുറഞ്ഞാലും കിട്ടാതാകുന്നത് സ്ത്രീകൾക്കാണ്. വീട്ടിൻ്റെ മുറ്റത്ത്, വീട്ടുവളപ്പിൽ ചെടികളും പച്ചക്കറികളും മലക്കറികളെല്ലാം കിട്ടുമ്പോൾ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന സ്ത്രീകളാണ്. സമത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലമാകും. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചൊക്കെ വല്ലവാതെ വർത്തമാനം പറയും. പക്ഷേ വർത്തമാനം പറയുമെങ്കിലും ഒരു വിഭവത്തിൽ കുറവുണ്ടാകുന്നിടത്ത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ത്രീകളെയാണ് അതുകൊണ്ടാണ് 26-ലെ ലോക ജലദിനത്തിൽ ആഗോള പ്രതിസന്ധി എല്ലാവരെയും ബാധിക്കുന്നു, പക്ഷേ ഒരുപോലെയല്ല എന്ന് പറയുന്നത്. സുരക്ഷിതമായ കുടിവെള്ളത്തിനും ശുചിത്വമുള്ള അവകാശങ്ങൾ ആളുകൾ എല്ലായിടത്തും അസമത്വങ്ങൾ തഴച്ചു വളരുന്നുണ്ട്. പക്ഷേ അതിൽ സ്ത്രീകളും പെൺകുട്ടികളും ഇതിൻ്റെ ആഘാതം കൂടുതലായി പേറുന്നു. സ്ത്രീകളെയും പെൺകുട്ടികളെയും
പരിഹാരങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ട സമയമാണിരിക്കുന്നത്. സ്ത്രീകൾ ജലത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തണം. വളരെ കൃത്യമായ സന്ദേശമാണ്. ജലസേവനങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുകയും എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതാവണം. ജലപ്രതിസന്ധി ഭരിക്കുന്നതിന് നമുക്ക് പരിവർത്തനാത്മകവും അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായൊരു സമീപനവും നീതിയുക്തമായൊരു ലോകവും ആവശ്യമാണ്. അവിടെ സ്ത്രീകളുടെ ശബ്ദങ്ങളും നേതൃത്വവും ഏജൻസിയും പൂർണ്ണമായി അംഗീകരിക്കപ്പെടേണ്ടതാണ്. വെള്ളം ഒഴുകുന്നിടത്ത് തുല്യത വളരുന്നു എന്നുള്ളതാണ്. ജലവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തുല്യ ശബ്ദമുണ്ടാകുമ്പോൾ സേവനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവും ഫലപ്രദവുമായി തീരുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും യുനെസ്കോയുടെയും ഒക്കെ താല്പര്യമായി പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കൂടുതൽ ആരോഗ്യവും സമൃദ്ധവും ലിംഗതുല്യവുമായ ഒരു ഭാവിക്കായി ജലത്തെ ഒരു ശക്തിയായി മാറ്റുന്നതിന് ഈ വനിതാ നേതൃത്വത്തിൽ നിക്ഷേപം നടക്കേണ്ടതുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ജലശുചിത്വ പ്രവർത്തനങ്ങൾ ഒരൊറ്റ UN സ്ഥാപനമില്ല എന്നുള്ളതും വളരെ വലിയ 30ലധികം UN സംഘടനകൾ ജലശുചിത്വ പരിപാടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. UN പ്രധാന സഭകളിലെ ജലപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന വസ്തുതയെ ജലവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾക്ക് മറുപടിയായി UN കുടുംബം ഒന്നായി പ്രവർത്തിക്കുന്നതിന് എല്ലാവരെയും ഏകോപിപ്പിക്കുക എന്നതാണ് UN വാട്ടറിൻ്റെ പങ്ക്. അപ്പോൾ ജലവും ലിംഗഭേദവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ വർഷത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യുന്നത്. പുതിയതായിട്ട് UN ജലത്തിൻ്റെ മുൻനിര ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വന്ന് എല്ലാവർക്കും വെള്ളം തുല്യ അവകാശമായി ലഭിക്കുമ്പോൾ തുല്യ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സ്ത്രീകളും ജലവും സ്ത്രീയും ലിംഗസമത്വവും എന്നുള്ളതാണ് ഈ വർഷത്തെ വാട്ടർ വിമൺ ജെൻഡർ ഈക്വാളിറ്റി എന്നുള്ളതാണ്, ലിംഗസമത്വം എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ജല സന്ദേശമായി ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭൂമിയിൽ ജീവനുണ്ടായത് ജലമുള്ളത് കൊണ്ടാണ്. ജലമല്ലാതെ മറ്റൊരു വസ്തുവും നമുക്കില്ല. ആദിയിൽ ജീവനുണ്ടായത് ജലത്തിലാണ്. ജലമാണ് മനുഷ്യൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത്. കുടിവെള്ളത്തിനും ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഗൃഹാവശ്യങ്ങൾക്കും ഗാർഹിക കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വ്യവസായത്തിനും ടൂറിസത്തിനും ജലവൈദ്യുതിക്കും സകലത്തിനും അന്തരീക്ഷത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നതിനും അന്തരീക്ഷത്തിലെ മലിനം ഒഴിവാക്കുന്നതിനും വളരെ മനോഹരമായി നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ജലത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ ജലക്ഷാമം അനുവദനീയമല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്നത്. അതുകൊണ്ട് തന്നെ ജലസമൃദ്ധമായ ജലസ്വാശ്രയത്വമുള്ള ജലസുരക്ഷിതമായ ഒരു കേരളത്തെക്കുറിച്ചും ഒരു ഇന്ത്യയെക്കുറിച്ചും ഒരു ലോകത്തെക്കുറിച്ചും നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെ കാണുമ്പോഴും ഇലക്ഷൻ വന്നു പോയത് കൊണ്ടായിരിക്കാം, സ്പേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓർമ്മയിലെ സ്പേസിൽ ഇത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇന്ന് ലോക ജലദിനം പ്രധാന വിഷയമായി ഏറ്റെടുത്തില്ല. അതിൽ ശക്തമായി പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു.